നിയമസഭയിൽ മുറി ആവശ്യപ്പെട്ടുവെന്ന വ്യാജ പ്രചരണത്തിനെതിരെ പ്രതികരണവുമായി മുൻ ധനമന്ത്രി കെ ബാലഗോപാൽ. പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറിയുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ നടത്തിയ പരാമർശങ്ങൾ തികച്ചും അനുചിതമാണ്. പ്രതിപക്ഷ ഉപനേതാവിന്റെ മുറിയോ എന്തിനാ PSC ചെയർമാന്റെ മുറി പോലുമോ ആവശ്യപ്പെട്ട ഒരു കത്തോ അനൌദ്യോഗികമായ ഒരു അഭ്യർത്ഥനയോ നൽകിയിട്ടില്ലെന്നും കെ ബാലഗോപാൽ പറയുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അത്തരത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. വിവരങ്ങളുമായി നിർഭൻ ചക്രവർത്തി കൂടി ചേരുന്നു. നിർഭൻ, ഈ സ്പീക്കറുടെ ഭാഗത്തു നിന്നടക്കം നമ്മൾ പക്വമായ ഒരു മറുപടി പ്രതീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ പക്വമായ ഒരു നിലപാട് പ്രതീക്ഷിക്കുമ്പോൾ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് തുടക്കം മുതലേ പുറത്തു വരുന്നത്. ഇപ്പോൾ അതിന് പ്രതികരണവുമായി കെ ബാലഗോപാലും രംഗത്തെത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിയമസഭയിൽ മുറി ആവശ്യപ്പെട്ടുവെന്ന വ്യാജ പ്രചരണത്തിനെതിരെയാണ് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ ബാലഗോപാൽ അദ്ദേഹത്തെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമസഭയിലെ ഉപനേതാവിന് വേണ്ടി മുറി ആവശ്യപ്പെട്ടുവെന്നും ഒപ്പം തന്നെ അത്തരത്തിൽ മുറി ആവശ്യപ്പെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണം അങ്ങനെ ഭാഗത്തു നിന്നുണ്ടായി എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണമാണ് ചില മാധ്യമങ്ങൾ വാർത്തയായി നൽകിയത്. അതേ മാധ്യമങ്ങൾ തന്നെ നിലവിലെ സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിക്കുന്നു. എന്നാൽ ആ വാർത്തയെ സംബന്ധിച്ച് മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മറുപടി നൽകുന്നു. അങ്ങനെ മുറി ആവശ്യപ്പെട്ട മുറി നിഷേധിക്കപ്പെട്ടിട്ടില്ല. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് തീരുമാനിച്ച് നൽകിയാൽ ഉപനേതാവിന്റെ മുറി അനുവദിച്ചു നൽകും എന്നൊരു മറുപടിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയത്. സ്വാഭാവികമായി തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മറുപടിയാണ്. അങ്ങനെ ഒരു PSC ചെയർമാൻ കൂടിയാണ് കെ ബാലഗോപാൽ. നിയമസഭാ ഉപനേതാവിന് വേണ്ടിയോ PSC ചെയർമാൻ വേണ്ടിയിട്ടോ പോലും നിലവിൽ അങ്ങനെ ഒരു അപേക്ഷയോ സ്പീക്കർക്ക് നൽകിയിട്ടില്ല. അങ്ങനെ വസ്തുത ഇരിക്കെയാണ് ഇങ്ങനെ വസ്തുതാവിരുദ്ധമായ വാർത്തയ്ക്ക് അതിനെ സ്ഥിരീകരിക്കുന്ന ഒരു മറുപടി അങ്ങനെ ഒരു പദവിയിലിരിക്കുന്ന സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയത്. അതുകൊണ്ടാണ് അതിന് ശക്തമായ മറുപടിയുമായി കെ ബാലഗോപാൽ രംഗത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ആവശ്യവും സ്പീക്കർക്ക് മുന്നിൽ അങ്ങനെ ഒരു ആവശ്യവും കത്തോ നൽകിയിട്ടില്ല, അഭ്യർത്ഥനയോ നൽകിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്താൻ ദുഷ്പ്രചാരണങ്ങൾ നടത്തുന്ന ഒരു വെല്ലുവിളിക്കുകയാണെന്ന് ബാലഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. LDFന്റെ ആഭ്യന്തര കാര്യങ്ങൾ അഭിപ്രായം പറയുകയോ തീരുമാനമെടുക്കുകയോ ചെയ്യുക എന്നത് സ്പീക്കറുടെ ചുമതല അല്ല എന്നും വസ്തുക്കൾ മനസ്സിലാക്കി ഇനിയെങ്കിലും പദവിയുടെ ഔന്നത്യം കാത്തു സൂക്ഷിക്കുന്ന പക്വതമായ സമീപനമാണ് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതെന്ന് കെ ബാലഗോപാൽ പറഞ്ഞു. അങ്ങനെയുള്ള വ്യാജമായ പ്രത്യേകിച്ച് രാഷ്ട്രീയ ലാക്കോടുകൂടിയിട്ടുള്ള ചില മാധ്യമങ്ങളുടെ പ്രചരണത്തിന് അതിന് പൂർണ്ണമായി സാധൂകരണം നൽകുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതൊരിക്കലും സ്പീക്കർ പദവിയിലിരുന്ന ഒരാളിന് ചെയ്യാൻ കഴിയുന്ന ഔന്നിത്യമല്ല സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാട്ടിയത് എന്ന മറുപടിയാണ് ഫേസ്ബുക്ക് പേജിൽ മുൻ ധനമന്ത്രി കൂടിയായിട്ടുള്ള കെ ബാലഗോപാൽ പ്രതികരിച്ചിട്ടുള്ളത്. ശരി, നിർഭൻ ചക്രവർത്തിയാണ് വിവരങ്ങളുമായി ചേർന്നത്.